ഓക്കെ, സോ ഇതാണ് സാംസങ് ഗാലക്സി F13ൻ്റെ പാക്കേജിങ്. അത്യാവശ്യം വീതിയുള്ള പാക്കേജിങ് ആണ്. സോ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു കോമ്പനൻറ്റ് ഈ ബോക്സിൽ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. ലെറ്റ്സ് സീ. ഞാൻ ഇതുവരെ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല. നമുക്ക് ഒരുമിച്ച് ഓപ്പൺ ചെയ്യാം, കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ. ലെറ്റ്സ് റോൾ. ടിപ്പിക്കൽ സാംസങ് കേസ് ആണ്. ലെറ്റ്സ് ഓപ്പൺ. ഫോൺ മാറ്റി വെക്കാം, തൽക്കാലം അതിന് പ്രസക്തിയില്ല. ഓ മൈ ഗോഡ്, ചാർജർ ഉണ്ട് കേട്ടോ. സോ സാംസങ്ങിൻ്റെ ഈ ഫോണിൻ്റെ ബോക്സിൽ അവർ ചാർജർ കൊടുത്തിട്ടുണ്ട്. ബഡ്ജറ്റ് ഫോൺ ആയതുകൊണ്ടാണ് തന്നിരിക്കുന്നത്. കൂടുതൽ സന്തോഷിക്കേണ്ട, കാരണം മിക്കവാറും ഇതിൻ്റെ അടുത്ത പതിപ്പിൽ ഇതെടുത്ത് മാറ്റാനുള്ള സാധ്യതയുണ്ട്. 15 വാട്ടിൻ്റെ ചാർജറാണ്, ടൈപ്പ് സി ചാർജിങ് കേബിൾ, ഡോക്യുമെന്റേഷൻ ആൻഡ് ഫൈനലി സിം ഇജക്ടർ ടൂൾ. വെയിറ്റ് നോക്കുകയാണെങ്കിൽ 207 ഗ്രാം ആണ് വെയിറ്റ്. അബവ് ആവറേജ് വെയിറ്റ് ആണ്. സ്റ്റിൽ നല്ലൊരു വെയിറ്റ് ബാലൻസ് ചെയ്തിട്ടുണ്ട്. 9.3 mm ആണ് തിക്നെസ്. നോർമലി ബഡ്ജറ്റ് ഫോൺസിൽ തിക്നെസ്സും ലേശം വെയിറ്റ് ഒക്കെ വരാറുണ്ട്. സോ ആ പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് വലിയ കംപ്ലൈന്റ് ഒന്നുമില്ല. ബാക്കിൽ ആ ഒരു ഫിംഗർ പ്രിന്റ് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. റഫ് ഫിംഗർ പ്രിന്റ് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും പ്ലാസ്റ്റിക്കിന്റെ ബാക്ക് ആണ്, പ്ലാസ്റ്റിക്കിന്റെ ഫ്രെയിം ആണ് വരുന്നത്. 3 കളർ ഓപ്ഷൻസ് ഉണ്ട്, ബ്ലൂ, ഗ്രീൻ ആൻഡ് കോപ്പർ. ഫോണിന്റെ ടോപ്പിൽ നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് ഉണ്ട്. റൈറ്റ് സൈഡിലാണ് വോളിയം റോക്കർ ആൻഡ് പവർ ബട്ടൺ. ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ ഉണ്ട്. ബോട്ടമിൽ ഹെഡ്ഫോൺ ജാക്ക്, മൈക്ക്, ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് ആൻഡ് ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ്. സത്യസന്ധമായിട്ട് ഒരു കാര്യം ഷെയർ ചെയ്യാം. ഈ ഒരു ഫോൺ ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചത് HD+ ഡിസ്പ്ലേ ആയിരിക്കും എന്നാണ്. കാരണം സാംസങ് ഗാലക്സി F12ലും N12ലും ഒക്കെ HD+ ഡിസ്പ്ലേ ആണ്. ഓക്കെ, പക്ഷേ ഇവിടെ സാംസങ് എന്താണെന്ന് അറിയില്ല, ഫുൾ HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പക്ഷേ 90 ഹെർട്സ് മാറ്റിയിട്ട് 60 ഹെർട്സ് ആക്കിയിട്ടുണ്ട്. സോ എവിടെയെങ്കിലും ഒന്ന് കട്ട് ചെയ്യണമല്ലോ. സോ അവിടെയൊക്കെ HD+ 90 ഹെർട്സ് ആയിരുന്നു. ഇവിടെ ഫുൾ HD+ 60 ഹെർട്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. PLS LCD ഡിസ്പ്ലേ ആണ്. സാംസങ്ങിന്റെ ഫോൺ ആയതുകൊണ്ട് ഡിസ്പ്ലേ അത്യാവശ്യം കളർഫുൾ ആണ്. അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. ഓക്കെ, കളേഴ്സ് ഒക്കെ ഓക്കെ ആണ്. ഫുൾ HD+ ആയതുകൊണ്ട് ആ ക്ലാരിറ്റി ഒക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ വലിയ ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതേ സമയത്ത് ഈ പ്രൈസ് കാറ്റഗറിയിൽ, അതായത് 12,000 രൂപയുടെ പ്രൈസ് കാറ്റഗറിയിൽ ഈസിലി ഇപ്പം AMOLED ഡിസ്പ്ലേസ് കിട്ടുന്നുണ്ട്. ഇനി ഫാസ്റ്റ് റിഫ്രഷ് റേറ്റ് വേണമെങ്കിൽ 90 ഹെർട്സ് 120 ഹെർട്സ് ഉള്ള IPS LCD പാനൽ ഫോൺസും വരുന്നുണ്ട്. ഡിസ്പ്ലേക്ക് ചുറ്റുമുള്ള ബെസൽസ് ഓക്കെ ആണ്. ഈ ബഡ്ജറ്റ് പ്രൈസ് സെഗ്മെന്റ് വെച്ച് നോക്കുമ്പോൾ ഓക്കെ ആണ്. ബോട്ടം ചിൻ ഇസ് ഓൾസോ ഡീസെന്റ്. ടോപ്പ് സെന്ററിൽ ഡ്യൂ ഡ്രോപ്പ് നോച്ച് ആണ് കൊടുത്തിരിക്കുന്നത്. വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിലും ആമസോൺ പ്രൈമിലും ഫുൾ HD 1080p കണ്ടന്റ് കാണാൻ കഴിയും. യൂട്യൂബിലും 1080p കണ്ടന്റ് പ്ലേ ആവുന്നുണ്ട്. ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നോർമൽ ഈ ബഡ്ജറ്റ് സെഗ്മെന്റിൽ വരുന്ന ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സിന്റെ പെർഫോമൻസ് പ്രതീക്ഷിച്ചാൽ മതി. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് കൊടുത്തിരിക്കുന്നത്. ഫേസ് അൺലോക്ക് ഫീച്ചറും ഓക്കെ ആണ്. 50 മെഗാ പിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാ പിക്സൽ പ്ലസ് 5ന്റെ അൾട്രാ വൈഡ്, 2 മെഗാ പിക്സലിന്റെ ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. 1080p വീഡിയോസ്, അതായത് ഫുൾ HD വീഡിയോസ് at 30 FPS ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ. ഫ്രണ്ടിൽ 8 മെഗാ പിക്സലിന്റെ സെൽഫി ആണ് കൊടുത്തിരിക്കുന്നത്. 1080p at 30 FPS ആണ് സെൽഫി വീഡിയോ റെസൊല്യൂഷൻ. നമ്മൾ നോർമലി ഒരു ബഡ്ജറ്റ് കാറ്റഗറി ഫോൺ, അതായത് 10,000 രൂപ 12,000 രൂപയ്ക്ക് കിട്ടുന്ന ഫോണിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ക്യാമറ പെർഫോമൻസ് ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. സാംസങ്ങിന്റെ ഫോൺ ആയതുകൊണ്ട് ഒരു പൊടിക്ക് ബെറ്റർ ആണെന്ന് പറയാൻ പറ്റും. പക്ഷേ അങ്ങനെ അതിഭയങ്കരമായ ക്യാമറ പെർഫോമൻസ് ഒന്നും പ്രതീക്ഷിക്കരുത്. നോർമൽ ബഡ്ജറ്റ് ലെവൽ ക്യാമറ പെർഫോമൻസ് തന്നെയാണ് കിട്ടുന്നത്. ഫ്രണ്ട് ക്യാമറ ആണെങ്കിലും റിയർ ക്യാമറ ആണെങ്കിലും ഞാൻ രണ്ടിൻ്റെയും ഫോട്ടോ സാമ്പിൾസ് ആൻഡ് വീഡിയോ സാമ്പിൾസ് ഷെയർ ചെയ്യുന്നുണ്ട്. കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക നിങ്ങൾക്ക് ഇത് ഓക്കെ ആണെന്നും. എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഐ ഫീൽ ദിസ് ഇസ് ഓക്കെ ഫോർ ബഡ്ജറ്റ് ഫോൺ. പക്ഷേ നിങ്ങളും ഡിസൈഡ് ചെയ്യുക. 4GB 64GB 4GB 128GB ആണ് 2 RAM സ്റ്റോറേജ് വേരിയൻസ്. പിന്നെ ഇതിൻ്റെ കൂടെ 2+1 സിം സ്ലോട്ടിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് 2 സിമ്മും ഒരു മൈക്രോ SD കാർഡ് ഒരുമിച്ച് യൂസ് ചെയ്യാൻ കഴിയും. സോ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും സ്റ്റോറേജ് കപ്പാസിറ്റി കൂട്ടാം. RAM+, അതായത് സാംസങ്ങിൻ്റെ RAM എക്സ്റ്റൻഷൻ വെർച്വൽ RAM ഫീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. LPDDR4X ആൻഡ് eMMC ആണ് RAM ആൻഡ് സ്റ്റോറേജ് ടൈപ്പ്. ഓക്കെ, സോ eMMC എന്ന് പറയുമ്പോൾ ബഡ്ജറ്റ് ഫോൺസിൽ വരുന്ന ഒരു സ്റ്റോറേജ് ടൈപ്പാണ് eMMC സ്റ്റോറേജ്. സോ UFS 2.1ന്റെ താഴെയാണ് വരുന്നത്. കഴിഞ്ഞ വർഷം സാംസങ് ഗാലക്സി F12ലും M12ലും വന്ന എക്സാക്ട്ലി സെയിം ചിപ്സെറ്റ് ആണ് ഒന്നോടെ ഈ F13ൽ വന്നിരിക്കുന്നത്. അതായത് സാംസങ്ങിന്റെ തന്നെ Exynos 850 ചിപ്സെറ്റ് ആണ്. വളരെ ബേസിക് ലെവൽ ചിപ്സെറ്റ് ആണ്. അതായത് നോർമൽ ബഡ്ജറ്റ് ഫോണിൽ ചെയ്യാൻ പറ്റുന്നൊക്കെ ഇതിൽ ചെയ്യാൻ പറ്റും. ഫോൺ വിളിക്കാൻ പറ്റും, ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ പറ്റും, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടി ഓക്കെ ആണ്. എന്ന് പറഞ്ഞാൽ ഒരു മയത്തിലൊക്കെ വേണം യൂസ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ മുതിർന്നവരൊക്കെ എങ്ങനെ യൂസ് ചെയ്യുന്നത്, ഒന്നിനെ ടച്ച് ചെയ്യും, പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്യും, പിന്നെ അടുത്ത ടച്ച് ചെയ്യും. സോ അങ്ങനെ മയത്തിലൊക്കെ ഉപയോഗിച്ചാൽ ഓക്കെ ആണ്. അതല്ല ഇങ്ങനെ ഭയങ്കരമായിട്ട് പെരുമാറാൻ നോക്കിയാൽ തീർച്ചയായിട്ടും ചെറിയ രീതിയിലുള്ള ലാഗ്സ് ആൻഡ് ജിറ്റേഴ്സ് എന്തായാലും നിങ്ങൾ ഫേസ് ചെയ്യും. ബഡ്ജറ്റ് ഫോണാണ്, നമ്മളത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 12 കൊടുത്തിട്ടുണ്ട്. ദാറ്റ്സ് നൈസ്. One UI Core 4.1 ആണ് കൊടുത്തിരിക്കുന്നത്. സോ പ്രോപ്പർ One UI അല്ല. സാംസങ്ങിൻ്റെ ബഡ്ജറ്റ് ഫോൺസിൽ സാംസങ് കോർ ആണ് കൊടുക്കുന്നത്. One UI Core അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ ആണ് വന്നിരിക്കുന്നത്. നോക്സ് സെക്യൂരിറ്റിയും വരുന്നുണ്ട്. അതേ രീതിയിൽ ബ്ലോട്ട്വെയർസും നല്ലോണം വരുന്നുണ്ട്. ഓക്കെ, അത്യാവശ്യം ബ്ലോട്ട്വെയർസ് ഉണ്ട്. എല്ലാം എടുത്ത് കളഞ്ഞേക്കും. ഓക്കെ, പിന്നെ ആപ്പ് ഡ്രോർ ഒക്കെ എടുക്കുമ്പോൾ അവിടെ ഒരു സംഭവമുണ്ട്, ഡിസ്കവർ ടാബ്. അതായത് പച്ചയ്ക്ക് ആപ്പ് റെക്കമെൻഡേഷൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ്. അതും ഇങ്ങനെ സെറ്റിംഗ്സിൽ പോയിട്ട്
ടേൺ ഓഫ് ചെയ്തോളൂ. ഒരു ബഡ്ജറ്റ് ഫോൺ ആയതുകൊണ്ട് ഒരു ബഡ്ജറ്റ് ഫോണിൻ്റെ പെർഫോമൻസ് കിട്ടുന്നുള്ളൂ. ഓക്കെ, ഒരു നോർമൽ ലെവൽ ഡീസൻറ്റ് പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നോർമൽ ആക്ടിവിറ്റീസിന് വേണ്ടി ഓക്കെയാണ്. ഹൈ പെർഫോമൻസ് ഗെയിമിങ്ങിന് വേണ്ടി ഈ ഫോൺ വാങ്ങരുത്. 6000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 15 വാട്ടിൻ്റെ ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബോക്സിൽ ചാർജറും കിട്ടുന്നുണ്ട്. ഓക്കെ, പക്ഷേ ചാർജിങ് അത്യാവശ്യം സ്ലോ ആണ്. 2.5 മണിക്കൂർ എടുക്കും ഫുൾ ചാർജ് ചെയ്യാൻ വേണ്ടി. സോ ഓവർനൈറ്റ് ചാർജിങ് ആയിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. 5 GHz ആൻഡ് 2.4 GHz ഈ രണ്ട് വൈഫൈ ബാൻഡിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരിയർ അഗ്രിഗേഷൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. സാർ വാല്യൂ ഇസ് അണ്ടർ ലിമിറ്റ്. 4GB 64GB പ്രൈസ് ആണ് 12,000 രൂപ. 4GB 128GB പ്രൈസ് ആണ് 13,000 രൂപ. ICICI ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡിൽ ഓഫർ വരുന്നുണ്ട്. ഓക്കെ, 1000 രൂപീസിന്റെ ഓഫർ ഉണ്ട്. സോ സാംസങ്ങിന്റെ ബഡ്ജറ്റ് കാറ്റഗറി ഞാൻ പറഞ്ഞില്ലേ, F12 ഉണ്ട്, M12 ഉണ്ട്. ആ ഒരു കാറ്റഗറിയിലേക്ക് ഒരു പുതിയ ഫോണും വന്നു ചേർന്നിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അങ്ങനെ ഭയങ്കരമായ ഒരു സംഭവമൊന്നുമില്ല. സോ നിങ്ങൾ ഈ ഒരു ബഡ്ജറ്റ് കാറ്റഗറിയിൽ സാംസങ്ങിന്റെ ഫോൺ തന്നെ വാങ്ങും എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ഫോൺ വാങ്ങാം. അങ്ങനെ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഇത് വാങ്ങിയാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും, ഫുൾ HD+ ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട്. ഓക്കെ, അതല്ല നിങ്ങൾ വേറെ ബ്രാൻഡൊക്കെ നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് കാറ്റഗറിയിൽ ഈസിലി AMOLED ഡിസ്പ്ലേസ് കിട്ടും. ഫോർ എക്സാമ്പിൾ മോട്ടോറോളയുടെ മോട്ടോ G31 ഉണ്ട്, ഇൻഫിനിക്സിന്റെ Note 11 ഉണ്ട്, റെഡ്മിയുടെ Note 11 ഈ പ്രൈസിലേക്ക് കിട്ടാറുണ്ട് ഡ്യൂറിങ് ഓഫർ സീസൺ. അതല്ല നിങ്ങൾ മുതിർന്നവർക്ക് ഒരു ഫോൺ മേടിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ, അതായത് അവർക്ക് സാംസങ് എന്ന് പറയുമ്പോൾ ഭയങ്കര സംഭവമായിരിക്കും. സോ സാംസങ്ങിന്റെ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചു കൊടുക്കാം. അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നുമില്ല. എനിവേ, ഈ ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ദിസ് ഇസ് ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.